ഈ വന്യമൃഗശല്യത്തിൽ മലയോര കർഷകർ വളരെ ബുദ്ധിമുട്ടുകയാണ്. അത് കൃഷിനാശവും അതുപോലെ തന്നെ അവരുടെ ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ പന്നീക്കെണിയിൽപ്പെട്ട് നിൽക്കുകയാണ് കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് നിലമ്പൂർ രാഷ്ട്രീയം. അതൊരു ആ കെണിയിൽ പെട്ടിരിക്കുന്നതിൽ ആർക്കെങ്കിലും രക്ഷപ്പെട്ടു മാറാൻ കഴിയും. പക്ഷേ വിജയനാഥ്, ഈ കഥ ആരംഭിക്കുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ PV അൻവറുമൊക്കെ കൊട്ടിഘോഷിച്ച ഒരു കാര്യം, അവിടെ പന്നിയുടെ ഇരയാണ് മനുഷ്യൻ, അവിടുത്തെ താമസക്കാർ എന്നാണ്, കുടിയേറ്റക്കാർ പ്രത്യേകിച്ച്. പക്ഷെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ഇരയാണ് അവിടെ പന്നി എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര ട്വിസ്റ്റായിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ഇരയാണ് അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞ് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? തെളിഞ്ഞതെന്താണ്? ഒരു മരണത്തോടു കൂടി തെളിഞ്ഞതെന്താണ്? അന്വേഷണം പോയപ്പോഴെന്താ തെളിഞ്ഞത്? അവിടെ അനധികൃതമായിട്ട് വൈദ്യുതി ലൈനിൽ നിന്ന് കറണ്ട് എടുത്തുകൊണ്ട് പന്നിയെ ഷോക്ക് ഏൽപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വെച്ച കേബിളിൽ തട്ടി, ഇൻസുലേറ്റ് ചെയ്യാത്ത കേബിളിൽ തട്ടിയാണ് അനന്തു ഇഹലോകവാസം പിടിഞ്ഞത്. 10ാം ക്ലാസ്സുകാരൻ. ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖമായിട്ടും വേദനയായിട്ടും കേരളത്തിന് മാറിയ അനന്തു ഇത്ര ക്രൂരമായിട്ടും വിവരമില്ലാതെയും വകതിരിവില്ലാതെയും ഒക്കെ ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് വലിക്കുന്നത് മഹാപരാധം. അത് കണ്ടുപിടിക്കാതിരിക്കുന്ന ലൈൻമാൻ ഈ രാജ്യത്തിൻ്റെ ദ്രോഹിയല്ലേ? ഈ നാട്ടുകാരുടെ മനുഷ്യദ്രോഹിയല്ലേ? അതല്ലേ ഓരോ ലൈൻമാനും ഓരോ പ്രദേശം അടിച്ച് കൊടുത്തിരിക്കുകയല്ലേ അവൻ്റെ ഏരിയയായിട്ട്? അവിടെ ഇങ്ങനെയൊക്കെ അനധികൃതമായിട്ട് മോഷണം നടത്തി ഗവൺമെൻറ്റിന് വൻ നഷ്ടം വരുത്തുന്നത് കണ്ടുപിടിക്കണമെന്നുള്ളത് വൈദ്യുതി ബോർഡിൻ്റെ ചട്ടമാണ്. ആ ചട്ടം അയാൾ ലംഘിച്ചു. ആ സ്ഥാനത്തിരിക്കാൻ അയാൾ യോഗ്യമാണ്. ആ യോഗ്യനാണോ? രാഷ്ട്രീയം പറയുകയല്ല, ആ യോഗ്യനാണോ അയാൾ? ഇങ്ങനൊരു മരണത്തിലേക്ക് നയിച്ച നിരുത്തരവാദപരമായ കണക്ഷൻ. നമ്മളൊരു കണക്ഷൻ എടുക്കണമെങ്കിൽ എത്ര തവണ അവരുടെ കാല് പിടിച്ച് പോകേണ്ടി വരുന്നുണ്ട്, എത്ര ഫീസ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഒന്നും അറിയാതെ ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്നൊരു കണക്ഷൻ എടുത്ത് പന്നിയെ എന്നിട്ട് എന്താ ചെയ്യുന്നത്? പന്നിശല്യം ഒഴിവാക്കുകയല്ല. അതിക്ക് കൃഷിയില്ല. എവിടെ പിന്നെ പന്നിശല്യം? പന്നിയെ കൊല്ലുക, കൊന്നിട്ട് അതിൻ്റെ മാംസം വിൽക്കുക. ഇത് വലിയൊരു ലോബിയാണ്. കേരളം മുഴുവൻ ഈ പന്നി മാംസം എന്ന് പറഞ്ഞ് കിട്ടുന്ന ഈ സാധനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ കോക്കസിൻ്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ അത് സത്യം ഇപ്പോൾ പുറത്തു വന്നു. അനന്തുവിനെ കൊന്നു. മറ്റ് 2 പേരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ആ 2 പേര് ഇപ്പോൾ തൽക്കാലം അപകട മേഖല തരണം ചെയ്തു എന്നാണ് പറയുന്നത്. 2 കുട്ടികളും കൂടി, മനീഷ്, വിപിൻ എന്നിവരാണ് കൂടെ ഉണ്ടായിരുന്നത്. അവർ 2 തൽക്കാലം രക്ഷപ്പെട്ടു. ഭാഗ്യം, നന്നായി. പക്ഷേ ഈ മനീഷിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ അവൻ്റെ കുടുംബത്തിലാർക്കെങ്കിലും, അവന് കിട്ടില്ല, ഇനി ജന്മത്ത് കിട്ടില്ല, പക്ഷേ അവൻ്റെ കുടുംബത്തിലാർക്കെങ്കിലും ജോലി കൊടുക്കണം. അത് ഡിമാൻഡ് വയ്ക്കണം. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമല്ല, വലിയൊരു ദുരന്തം, മനുഷ്യ ദുരന്തം ഉണ്ടാക്കി വെച്ചതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ചാനലും അത് ചർച്ച ചെയ്തില്ല. അപ്പോൾ KSEBക്ക് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ ലൈനിൽ നിന്നാണ് വലിച്ചിരിക്കുന്നത്. എങ്ങനെ വലിക്കുന്നു? അങ്ങനെ എല്ലാവർക്കും തോന്നുന്ന പോലെ വലിക്കാനുള്ള വഴിയിലെ ചെണ്ടയാണോ നിങ്ങളുടെ ലൈൻ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ട് വരുന്നത്. ഇത് വനം വകുപ്പ് മന്ത്രിയായിട്ട് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം എന്തൊക്കെ പറയുന്നു, ഗൂഢാലോചന അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതല്ലേ ഗൂഢാലോചന, UDF ഗൂഢാലോചന നടത്തി ഒരുതനെ കൊന്നു എന്നാണ്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതാണ് ഞാൻ പറയുന്നത്, തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ആ കാലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് എത്രമാത്രം പോയിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയമെന്ന്. ക്രൂരമായിട്ട് കൊന്നതാണെന്നാണ് മന്ത്രിയുടെ സംശയം. മന്ത്രി അന്വേഷിക്കട്ടെ. UDF ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുക, നിങ്ങൾ അന്വേഷിച്ചോളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിനേഷ് എന്ന് പറയുന്ന അയാളാണ് ഈ കെണി വെച്ചത്. അനധികൃത കറണ്ട് മോഷണം നടത്തിയ അയാളൊരു കോൺഗ്രസ്സുകാരനാണ്. അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, പിന്നെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിൽ പങ്കുണ്ട്. അഴിമതി നടത്തുന്നതിലും കറണ്ട് മോഷ്ടിക്കുന്നതിലും എല്ലാ രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട്. ഒരു കൊച്ചിൻ്റെ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ ഇനി ഒരു രാഷ്ട്രീയക്കാരനും നല്ല സമരിയക്കാരൻ ചമയുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ ഒരാളല്ലേ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് മുസ്ലിം ലീഗിൻ്റെയാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹത്തിന് എൻ്റെ പഞ്ചായത്തിൽ ഇതുപോലെ അനധികൃതമായിട്ട് വെച്ചുകൂടാ എന്ന് പറഞ്ഞുകൂടെ? കോൺഗ്രസ്സുകാരനല്ലേ, ഭരണകക്ഷിയുടെ ആളല്ലല്ലോ, പ്രതിപക്ഷത്തിൻ്റെ ആളാണല്ലോ. പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർക്ക് ഉത്തരവാദിത്വമുണ്ട്. രണ്ടാമതായിട്ട് ആദ്യം KSEB ലൈൻമാൻ, രണ്ടാമത് പഞ്ചായത്ത് മെമ്പർക്ക് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഗൂഢാലോചന എന്ന് പറഞ്ഞത് AK ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞു. ഗൂഢാലോചനയാണെങ്കിൽ അത് തെളിയിക്കണം, കേരള ഗവൺമെൻറ് തെളിയിക്കട്ടെ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന.
അങ്ങനെ ഗവൺമെൻറ്റിനെതിരെ ഒരു ഒരു പിന്നെ ഇങ്ങനെയുള്ള ഒരു മരണം കൊണ്ടുവന്നിട്ട് ആ മരണം വെച്ചിട്ട് ഗവൺമെൻറ്റിനെ തോൽപ്പിക്കുക, ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് പുറത്തു വരണം. വെല്ലുവിളിച്ചിട്ടുണ്ട് ഇപ്പോൾ UDF ഭാഗ്യവശാൽ. എന്തായാലും നമ്മൾ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മരണം അവിടെ നടക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ദുഃഖമല്ല, ഇത് ആരാണ് കാരണക്കാരെന്നുള്ള തർക്കമാണ് ആദ്യം നടക്കുന്നത്. നമ്മുടെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന പോലൊരു നിലപാടാണ് ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരെടുക്കുന്നത്. ആ കുടുംബത്തിന് ഇത്രയും നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടോ? ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കുന്നു മനുഷ്യകാരുണ്യപരമായിട്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടോ? നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന അതാണ്. നിങ്ങളുടെ രാഷ്ട്രീയം വേണ്ട, അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ വിഴുപ്പിലാക്കുന്നത് വേറെ വേദിയുണ്ട്. ഇവിടെ ആ കുട്ടിയുടെ കുടുംബത്തെ ആദ്യം രക്ഷിക്കൂ, സംരക്ഷിക്കൂ. ഇങ്ങനെയാണ് നമ്മുടെ അതിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ അധികാരമുള്ള ഗവൺമെൻറ് UDF. അങ്ങനെ നിങ്ങൾ പോയി കാഴ്ചക്കാരായി വോട്ട് പിടിക്കാനുള്ള കാഴ്ചക്കാരായി പോവുകയല്ല. സഹായം ചെയ്യണം, സാമ്പത്തിക സഹായം വേണ്ടി വരും, ആ കുടുംബത്തിന് വേണ്ടി വരും. പക്ഷേ അതിപ്പോൾ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് നിലമ്പൂരിൽ അതാണ് പോകുന്നത്. അതപ്പതിച്ചിരിക്കുക, ഗൂഢാലോചനയാണെന്ന് പറയുക, മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്ക അല്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം കൂടി പിടിക്കുന്നത് പോലെ ഒരു ഹാസ്യ നാടകമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതല്ല വേണ്ടത്. ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്, KSEBക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ വന്ന് കൃത്യമായിട്ട് വ്യൂസ് ഉരുക്കൊണ്ട് പോകുമല്ലോ. ഇത് നടു റോഡിൽ നിന്ന് കറണ്ട് മോഷ്ടിച്ചിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ എളുപ്പമാണല്ലോ, നമുക്കെല്ലാം മോഷ്ടിച്ചെടുക്കാം. പൊതുമുതൽ ധാരാളം വഴിയരികിലെല്ലാം ഉണ്ട്. കേബിളുകൾ മോഷ്ടിച്ചിട്ട് പോകാം, ടെലിഫോൺ വകുപ്പിൻ്റെ, റെയിൽവേയുടെ സ്ലീപ്പറുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകാം. അന്നേരം നമുക്കങ്ങ് എടുത്ത് വീട്ടിലോട്ടങ്ങ് കൊണ്ടുപോയാൽ മതിയല്ലോ. ചെമ്പ് കമ്പികൾ മോഷ്ടിച്ചുകൊണ്ട് പോകാം. ഇതൊക്കെ തടയിടാൻ വേണ്ട സംവിധാനവും കൂടി KSEB ഒരുക്കണ്ടേ? നിങ്ങൾ ഓരോ വർഷം തോറും സെസ് കൂട്ടുന്നു, ഫീസ് കൂട്ടുന്നു, ഇരുട്ടടിയായിട്ട് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ നിലമ്പൂരിലെ രാഷ്ട്രീയം വേറൊരു തരത്തിലേക്ക് അങ്ങ് മാറി എന്നുള്ളതാണ്. അതെ, ആ രാഷ്ട്രീയം ഇപ്പോൾ അനന്തുവിനെ കേന്ദ്രീകരിച്ചായിരിക്കുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താ അറിയാം? അന്വേഷണത്തിന് ഒരു ഉത്തരവിടും. ഈ അന്വേഷണത്തിൻ്റെ ഫലം ഉടനെങ്ങും വരാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും കഴിഞ്ഞേ വരും. അതെ, മനസ്സിലായി? അതൊരു സമർത്ഥമായിട്ടുള്ളൊരു കളിയാണ്. തെരഞ്ഞെടുപ്പ് ഇനി അടുത്തല്ലോ, 19-ാം തീയതി. ആൾക്കാരിൽ ഒരു അനാവശ്യമായ ഭീതി സൃഷ്ടിക്കുക. ഇതിൻ്റെ പിന്നിലൊരു UDF ഒരു ഗൂഢാലോചനത്തിൽ കൊന്നതാണ്, അങ്ങനെ ഒരു വികാരം ജനിപ്പിക്കുക. അതാണ് ഇപ്പോഴത്തെ. അല്ലാതെ ഈ ആർക്കും ഒരു സ്ഥാനാർത്ഥിക്കും മന്ത്രി ശശീന്ദ്രന്റെ പ്രസ്താവനയെ അത്തരത്തിലുള്ളതായിരുന്നു. അത്തരംതാണ് പ്രസ്താവന. അതെ, ഗൂഢാലോചന ശങ്കിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാഷ്ട്രീയ ഗൂഢാലോചന. അതെ, ആ മന്ത്രി അങ്ങനെ പറയുക. ഇതെന്തൊക്കെയാണ്? എന്ത് നിലവാരമുള്ള സംസാരം നടത്തുന്ന ആളായിരുന്നു ആ മന്ത്രി. അദ്ദേഹം പോലും ഇങ്ങനെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയിക്കുന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ ഉത്തരവിടാൻ നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? അത് ചെയ്യാതെ ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണം. ഇതുവരെ അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടില്ല. അതാണ് അതിൻ്റെ രസം. ഗൂഢാലോചനയാണെന്ന് സംശയിക്കുന്നവർ തന്നെ ഒരു ഉത്തരവിടണ്ടേ ഗൂഢാലോചനയെക്കുറിച്ച്? ഇത് ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എന്തൊരു തരംതാണ് രാഷ്ട്രീയത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും നോക്കി വിജയനാഥ്, ഇത് നോട്ടാ വോട്ടുകൾ വളരെ കൂടാനുള്ള ഒരു സാധ്യതയിലേക്ക്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴും ആ കുടുംബത്തിന് സഹായിക്കാതെ, അടിയന്തര സഹായം എത്തിക്കാതെ വാദവും പ്രതിവാദവും വിഴുപ്പലക്കലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ നിലവാരം ഇപ്പോൾ.